2005 ഞാൻ കുന്നംകുളം DYSPയുടെ കീഴിൽ ജോലി ചെയ്തു വരുന്ന കാലത്താണ് അന്ന് കുന്നംകുളം CI ആയിരുന്ന കരീം സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇടയായത്. ആ കാലഘട്ടത്തിൽ കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, തൃത്താല, ചാലിശ്ശേരി, ഷൊർണൂർ, ഒറ്റപ്പാലം, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര, ചെറുതുരുത്തി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലൊക്കെ നിരന്തരമായിട്ട് വാഹനമോഷണങ്ങൾ നടക്കുകയാണ്. ടിപ്പർ ലോറി മുതൽ 407, ജീപ്പ്, കാറുകൾ, ഇനി എല്ലാ ദിവസവും ഈ പറഞ്ഞ മേഖലകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് സ്ഥിരമായിട്ട് ഒരു വാഹനം പോവാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല. നിരവധി വാഹനങ്ങൾ ഇങ്ങനെ മോഷണം നടത്തി പോവുകയാണ്. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നു, അതാത് സ്റ്റേഷനുകളിൽ അന്വേഷണം നടക്കുന്നു, തകൃതിയായി നടക്കുന്നു, യാതൊരു രക്ഷയില്ല, ആരെയും പിടികിട്ടുന്നില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ, ഈ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി. അത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരു വലിയ റാക്കറ്റ് ഇതിൻ്റെ കീഴിലുണ്ടെന്നും ഇത് വലിയൊരു വാഹനമോഷണ കൊള്ളസംഘമാണെന്നും മനസ്സിലായത്. അത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ അടുത്തിടത്തിൽ താമസിക്കുന്ന കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒന്ന് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ പന്നിത്തടം കൃഷ്ണൻകുട്ടി, വെള്ളാർക്കാടുള്ള ഷറഫുദ്ദീൻ, വെള്ളാർക്കാട് ഉള്ള സലാഹുദ്ദീൻ, പന്നിത്തടത്തുള്ള മൊയ്തീൻ കുട്ടി തുടങ്ങി കുറച്ച് ടീമുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നും അവരെക്കുറിച്ചുള്ള വിശ്വസ്യയോഗ്യമായ സൂചനകളും കാര്യങ്ങളൊക്കെ ലഭിച്ചു. പക്ഷേ കൃഷ്ണൻകുട്ടി അപ്പോഴും ഈ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെ കൂടെ ഈ മോഷണം നടക്കുമ്പോൾ അതിനെ സഹായിക്കാനും അതിൻ്റെ അന്വേഷണത്തിന് സഹായിക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് വണ്ടിയിലുണ്ടാവാറുണ്ടെന്ന് ചില ആളുകൾ അങ്ങനെയും പറയുന്നുണ്ട്, മൊഴി പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായി. SIക്ക് അത് അറിയില്ലല്ലോ, കാരണം ആരാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള അന്വേഷണം നടക്കുകയാണ്. അതിന് സഹായിക്കാനെന്ന മട്ടിലാണ് ഇവർ വണ്ടിയിൽ വരുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. കേച്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് ബൈപ്പാസ് റോഡുണ്ട്, ഈ കോഴിക്കോട്ടേക്ക് പോകുന്ന ആ വഴിക്ക് പെരുമ്പിലാവ് ഭാഗത്തേക്കുള്ള ഒരു ബൈപ്പാസ് റോഡുണ്ട്. ആ ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ടിപ്പർ ലോറി അടക്കം മോഷണം പോയിട്ടുണ്ട്. പണിക്ക് വന്നിട്ടുള്ള ടിപ്പർ ലോറികൾ റോഡ് സൈഡിൽ നിർത്തിയിരുന്നത് അങ്ങനെ മോഷണം പോയിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സൂചനയും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഒരു ദിവസം കൃഷ്ണൻകുട്ടിയെ നമ്മൾ ഏറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എടുക്കുന്നതാണ് ഒരു ദിവസം സംശയത്തിൻ്റെ മുകളിൽ. കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൃഷ്ണൻകുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 50ഓളം കേസ് നമുക്ക് വന്ന് ഡിറ്റക്ഷനായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, വെഹിക്കിൾ തെഫ്റ്റ് മാത്രം. അപ്പോൾ അത് ഡിറ്റക്ഷനായി. കൃഷ്ണൻകുട്ടി നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല, സാധാരണഗതിയിൽ പിടിച്ചു കൊടുന്ന് ചോദിക്കുന്ന ഒരു പരിപാടി. അന്നൊക്കെ അങ്ങനെയാണ്, കള്ളന്മാരെയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പിടിച്ചു കൊടുന്ന് ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിന് ശേഷം മാത്രം അറസ്റ്റ് കാണിക്കുന്ന സ്വഭാവം അന്ന് കാലത്തൊക്കെ നിലവിൽ നിന്നിരുന്നു. 2005, 2002 ആ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കൃഷ്ണൻകുട്ടി അന്ന് പിടിച്ചു കൊണ്ടുവന്ന ദിവസങ്ങളോളം ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺഫസ് ചെയ്തതിന് ശേഷം കൃഷ്ണൻകുട്ടിയുമായിട്ട് ഞങ്ങൾ ഇവന് വണ്ടി കൊടുത്തു എന്ന് പറയുന്ന മണ്ണാർക്കാടുള്ള ടീമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതൊരു വലിയ ട്രാജഡി അന്നുണ്ടായത്. കൃഷ്ണൻകുട്ടിയായിട്ട് ഞങ്ങളുടെ പോലീസ് ജീപ്പിൽ പോയി. അപ്പോൾ കൃഷ്ണൻകുട്ടി നമ്മൾ മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ അങ്ങനെ പോയിട്ട് മണ്ണാർക്കാടേക്ക് എത്തുന്നതിന് മുമ്പ് മഞ്ചേരിക്ക് പോകുന്നൊരു വഴിയാണ്, നിലമ്പൂർക്ക് പോകുന്നൊരു വഴിയില്ലേ, ആ ജംഗ്ഷനിൽ, എന്താ ജംഗ്ഷൻ്റെ പേര് ഞാൻ മറന്നു, അവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ റിസീവർമാർ, അന്ന് മേടിച്ചിരുന്ന റിസീവർമാരെ നമ്മൾ വിളിച്ചു വരുത്താണ്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊള്ളക്കുന്നം ഫൈസൽ, അച്ചിപ്പറ ബഷീർ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പേര്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ പേര് ഓർമ്മ എനിക്കങ്ങനെ മനസ്സിൽ നിൽക്കുന്നത്. കൊല്ലങ്ങൾ കുറേയായി, 10-20 കൊല്ലമായി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണിത് റിസീവർമാർ, വണ്ടി മേടിക്കുന്ന ഇവരടുത്ത് നിന്ന് സ്ഥിരമായിട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് അങ്ങനെ ഇവനെ ഞങ്ങളവിടെ ഇറക്കി നിർത്തുകയാണ്. എന്നിട്ട് ഞങ്ങൾ മാറി നിൽക്കുന്നു, ഇവനെ നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ഇവൻ്റെ അടുത്ത് ഇവൻ വിളിച്ചു വരുത്തിയ ആ പ്രതികളെ വിളിച്ചു വരുത്തിയിട്ട് അവർ വരും എന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോൾ പിടിക്കാമെന്നുള്ള കരുതിയിട്ടാണ് നിൽക്കുന്നത്. എന്ത് പറയാൻ, ഞങ്ങളങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ടക്ക് ഒരു അന്ന് ടാറ്റ സുമാണ് തോന്നുന്നുണ്ട്, ഒരു വണ്ടി വന്നു. ഡോറ് തുറക്കലും ഇവനെ വലിച്ചു കൊണ്ടുപോലും കഴിഞ്ഞു. കൃഷ്ണൻകുട്ടിയെ വലിച്ചു കൊണ്ടുപോയി. നമുക്കിത് മേലുദ്യോഗസ്ഥന്മാരോട് പറയാനല്ലെങ്കിൽ എന്തായാലും CI സാറുണ്ട്, മുകളിലേക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അക്കൗണ്ട് ചെയ്യാത്ത ആളായിരുന്നു, അറസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യങ്ങളിങ്ങനെ പിടിക്കപ്പെട്ട് ചോദ്യം ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളൂ. ഇനി തെളിവ് കിട്ടണമെങ്കിൽ സാധനങ്ങൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടണം. അതിനായി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അത് പുറത്തും പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ചില രഹസ്യങ്ങൾ അങ്ങനെ നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിപ്പോൾ എല്ലാം കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് അത് കാര്യം. ഇവനെ തട്ടിയങ്ങ് കൊണ്ടുപോയി. നമുക്ക് ഇവനെ ഫോളോ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകെ പോകുമ്പോഴേക്കും അത് വണ്ടി
സ്തംഭിച്ചു പോയി. യാതൊരു പിടിയും കിട്ടിയില്ല. കുറേ അന്വേഷിച്ചു, കാര്യങ്ങൾ ആരാ കൊണ്ടുപോയി, എന്താ കൊണ്ടുപോയി പോയി, യാതൊരു നമ്പറും ഇല്ലാത്തൊരു വണ്ടിയിലാണ് കൊണ്ടുപോയത്. പക്ഷേ ഇത് പുറം ലോകം അറിഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അങ്ങനെ എസ്കേപ്പ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ പോലെ ഇന്നൊക്കെയാണെങ്കിൽ ഭയങ്കര വിവാദമാകും. അന്ന് പെട്ടെന്ന് ആരും അറിയില്ല കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ അവർ എസ്കേപ്പായി പോയി. ഞങ്ങൾ കുറേ അന്വേഷിച്ചു, കണ്ടില്ല. തിരിച്ച് മേലുദ്യോഗസ്ഥന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ഇത്രയും വലിയ കുറേ കേസുകൾ കിട്ടിയതല്ലേ. ബാക്കിയുള്ള പ്രതികളൊക്കെ പിന്നീട് ഞങ്ങൾ പിടിച്ചു. പക്ഷേ ഇവനെ കൃഷ്ണൻകുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ കൃഷ്ണൻകുട്ടി അന്വേഷിച്ച് ഞാനിങ്ങനെ DYSP CS പറഞ്ഞ അഷ്റഫ് പറഞ്ഞ് അന്വേഷിച്ച് കിട്ടി. എവിടെയെങ്കിലൊക്കെ അന്വേഷിച്ച് അവനെ കിട്ടും, നമുക്ക് കിട്ടാതിരിക്കില്ല. അവനെ കൊണ്ടുപോയ ആളുകളെയും കിട്ടുന്നതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് അന്വേഷിക്കും. ഒരു ദിവസം അതേമാതിരിക്ക് ഞാൻ എടപ്പാൾ ഭാഗത്തേക്ക് ഇങ്ങനെ വണ്ടി കച്ചവടക്കാരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എടപ്പാൾ ഭാഗത്ത് പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വല്ല ആളുകൾക്ക് വണ്ടി കച്ചവടക്കാരെ ഓരോ കേസുകളുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് കുറിച്ച് അന്വേഷിക്കുക. അങ്ങനെ കുറേ ബ്രോക്കർമാരെയും അവരവരൊക്കെ കൂടി അന്വേഷിച്ചിട്ട് അന്ന് കാലത്ത് പോയി അന്വേഷിച്ച് വൈകുന്നേരം ഒരു 8 മണിയോട് കൂടിയിട്ട് ഞാൻ തിരിച്ച് CFCയിൽ വന്നു. CS കണ്ടു, വിവരങ്ങളൊക്കെ പറഞ്ഞു. സാറേ അങ്ങനെ പോയി, രക്ഷയൊന്നുമില്ല, പലയിടത്തിലും അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടുകൊള്ളുമ്പോൾ CS പറഞ്ഞു, അഷ്റഫ് ഇന്ന് എടപ്പാൾ ഭാഗത്തേക്കാണ് പോയതില്ലേ എന്ന്. ആ സാർ, അതേ എടപ്പാൾ ഭാഗത്തേക്കാണ് പോയതെന്ന്. പോയതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്. നീ അവിടെ പോയി അന്വേഷിച്ച വിവരങ്ങൾ ഇവിടെ വന്ന് എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കരീം സാർ പറഞ്ഞു. എടപ്പാൾ ഭാഗത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞ ബ്രോക്കർമാരിലൊരാൾ ഞാൻ ഈ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞില്ല. അയാൾ അവിടുന്ന് നേരെ വന്ന് മറ്റേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ CI അറിയുന്നതിൻ്റെ പേരിലായിരിക്കണം. നേരെ വന്ന് CI പറഞ്ഞു, സാറേ ഇന്നൊരു പോലീസുകാരെ ഇവിടെ അങ്ങനെ അന്വേഷിച്ച് വന്നിരുന്നു, കൃഷ്ണൻകുട്ടിയെ പറഞ്ഞ ആളെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളും വണ്ടിക്കാരെ കുറിച്ചിട്ടും മറ്റുള്ള അങ്ങനെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി ഇന്ന സ്ഥലത്തുണ്ട് സാർ, കൃഷ്ണൻകുട്ടിക്ക് ഞങ്ങളൊരു റൂം എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ CI വന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നോട് CI പറഞ്ഞു, അഷ്റഫ് പോയതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്, ഇൻഫർമേഷൻ കിട്ടിയിരുന്ന രാത്രി വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നിന്ന് വന്ന് രാത്രി പോയിട്ട് ഈ എടപ്പാൾ KSRTC ഡിപ്പോക്ക് നേരെ ഓപ്പോസിറ്റ് താഴേക്കുള്ള റോഡ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ തിരുവല്ലം മുമ്പുണ്ടായ സംഭവമാണ് കേട്ടോ. ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ റോട്ടിൽ കൂടെ പോയിട്ട് അവിടെ ഒരു ക്വാർട്ടേഴ്സിൽ ആണ് കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നത്. ഈ വീണ്ടും അവിടെ വന്നു. ഞങ്ങൾ ചെന്നപ്പോൾ കാണിച്ചു തന്നു, വീട് കാണിച്ചു തന്നു. ഇൻഫർമേഷൻ തരാനുള്ള ഇവനെ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി ഒരു വണ്ടി ബ്രോക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ആളാണ്. ഇയാളും ഒരു വണ്ടി ബ്രോക്കറാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി ഇത് പ്രകാരം ഇവിടെ വന്നിട്ട് ഇയാളുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളുടെ കെയർ ഓഫിലാണ് ഇവിടെ റൂം എടുത്ത് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണൻകുട്ടി ഇങ്ങനെ ചാടിയതാണെന്നോ അല്ലെങ്കിൽ കൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയതാണെന്നോ അവൻ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ള ആളാണെന്നോ കേസ് കളവ് നടത്തിയ ആളാണെന്നോ ഇയാൾക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾക്ക് കൃഷ്ണൻകുട്ടിയുടെ റൂം എടുത്ത് കൊടുത്തില്ല. ആ വിവരം നേരെ വന്നിട്ട് സിയോട് പറഞ്ഞതാണ്. എന്തായാലും കൃഷ്ണൻകുട്ടി താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഞങ്ങൾ വളഞ്ഞു, കൃഷ്ണൻകുട്ടിയെ പിടിച്ചു. അപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് എവിടെ പോയാലും ഒരു പെണ്ണുണ്ടാവും, ഒരു 5-6 പെണ്ണ്. എൻ്റെ അഭിപ്രായത്തിൽ അന്വേഷണത്തിൽ നേരത്തെ പറഞ്ഞ രഘു മർഡർ കേസിലെ തച്ചനടി ഭാഗത്തുള്ള ഒരു പെണ്ണുണ്ട്, ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് കൃഷ്ണൻകുട്ടി. എന്തായാലും അവിടുന്ന് ഞങ്ങൾ കൃഷ്ണൻകുട്ടിയെ പിടിച്ചപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ശരീരത്തിൽ ആകെ മുറിപ്പാടുകളാണ്, വീണിട്ടും അല്ലാത്തൊരവസ്ഥയിലും. കൃഷ്ണൻകുട്ടിയെ നേരത്തെ പറഞ്ഞ കൊള്ളക്കുന്നം ഫൈസലും അച്ചിപ്പറ ബഷീറും അങ്ങനെയാണെന്ന് തോന്നുന്നു അവരുടെ പേര്, ആ റിസീവർമാർ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒരു മലമുകളിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു രക്ഷപ്പെടാതെ. കൃഷ്ണൻകുട്ടിക്ക് അതിലും ആ തട്ടിക്കൊണ്ടുവരുന്നതിൽ പങ്കില്ല. കൃഷ്ണൻകുട്ടിനെ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി. എന്തായാലും കൃഷ്ണൻകുട്ടി അവിടുന്ന് ഓടി പിന്നീട് 2-3-4 ദിവസത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട് മലയിൽ നിന്നൊക്കെ വീണ് പരിക്ക് പറ്റി ഒരുവിധം രക്ഷപ്പെട്ടിട്ടാണ് എടപ്പാൾ വന്നിട്ട് പിന്നെ വീടെടുത്തിട്ട് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പെണ്ണിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. നേരത്തെ കൃഷ്ണൻകുട്ടിയുമായിട്ട് അവിടെ ചെന്നപ്പോൾ ഇവരെ തട്ടിക്കൊണ്ടുപോകാനായി അവർ റിസീവർമാർ ചെയ്ത കാര്യം, റിസീവർമാർ ഇവരെ തട്ടിക്കൊണ്ടുപോകാനിടയായത് അവരെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വണ്ടികൾ, ഒരു വണ്ടി 2 വണ്ടിയല്ല, ചെറിയ വണ്ടി കാറും ജീപ്പും മാത്രമല്ല, ടോറസ് അല്ല, അന്ന് ടിപ്പറാണ്, വലിയ ടിപ്പർ ലോറി. ആ ടിപ്പർ ലോറികളും അതേമാതിരി 407 കൂടുതൽ, ജീപ്പ് 407, ടിപ്പർ ലോറികൾ, മാരുതി കാറുകൾ തുടങ്ങിയിട്ട് ഒരു 10-100 വണ്ടി ഉണ്ടാവും എല്ലാ പോലീസ് സ്റ്റേഷനും കൂടിയിട്ട്. ഇതൊക്കെ റിസീവ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ മണ്ണാർക്കാട്ടുകാർ ടീമാണ്. നമുക്ക് പക്ഷേ അവരൊന്നും പിന്നീട് അന്ന് പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല, അവരെ കിട്ടിയിട്ടില്ല. അവരൊക്കെ പൊള്ളക്കുന്നം പൈസൽ മറ്റേ അച്ചിപ്പറ ബഷീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസീവർമാരാണെന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ അന്വേഷിച്ച് പോലും അവിടുന്ന് ഒരു മോട്ടോർ സൈക്കിൾ ഞാൻ പിടിച്ചു കൊണ്ടുവരണ്ടായി. പിന്നീട് ഷറഫുദ്ദീൻ അവിടെ വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, ഇതിലൊരു വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു പുതിയ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു, ഒരു TVS വിക്ടർ, അന്നൊക്കെ വിക്ടറാണ്, TVS വിക്ടർ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു.
അത് ഞാൻ അവിടുന്ന് പിടിച്ചെടുത്ത് ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് വരികയാണ്. അങ്ങനെ കുറേ ദൂരം ഇങ്ങോട്ട് വന്ന് മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം റോട്ടിൽ വന്നപ്പോൾ അവിടെ 2 പുഴ ഒരു പാലം കിടക്കാണ്ട് എന്നൊക്കെ എനിക്ക് നല്ല പരിചയമാണ് അവിടെ. അന്നാ കടന്നു വരുമ്പോൾ അതുവരെ എന്നെ ഫോളോ ചെയ്തിട്ട് ജീപ്പിൽ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ജീവനും കൊണ്ട് വെച്ചടിച്ച് പോരും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അന്നാണ് മോട്ടോർ സൈക്കിളിൽ അത്ര അങ്ങോട്ട് പ്രാക്ടീസും ആയിട്ടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. എന്തായാലും ഞാൻ അവിടുന്ന് 20-25 വർഷമൊക്കെ ആയിട്ടുണ്ടാവല്ലോ, വെച്ചടിച്ച് പോന്ന് ആ മോട്ടോർ സൈക്കിൾ ഞാൻ പിടിച്ചു കൊടുത്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പുതിയ മോട്ടോർ സൈക്കിളാണ്, TVS വിക്ടർ. ആ ഒരു ഓട്ടം കൊണ്ട് എനിക്ക് മെച്ചം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ വളരെ സ്പീഡാണ്. അന്ന് എനിക്കൊന്നും മോട്ടോർ സൈക്കിളില്ല ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ നല്ല സ്പീഡായി. എന്തായാലും അവിടുന്ന് മോട്ടോർ സൈക്കിളായിട്ട് വന്ന് ചേലക്കര വന്നതിന് ശേഷം ഞാൻ വിളിച്ചു, CI സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ മോട്ടോർ സൈക്കിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ നാളെ വന്നാൽ പോരെ ഞങ്ങൾ കുന്നോളത്തി എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു അതവിടെ വെച്ചു അഷ്റഫായിരുന്നു, കുഴപ്പമില്ല, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ഇവർ ബാക്കിൽ പുറകെയുള്ള അവരെ ഫോളോ ചെയ്ത് വന്നിരുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങ് പോകുന്ന അവർക്ക് മനസ്സിലായി ഞാൻ പോലീസാണ് പിടിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. എന്തായാലും എന്നെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി പുറകെ വന്നിട്ട് ഇടിച്ചിട്ട് പോയാൽ നമ്മുടെ കുട്ടികൾക്ക് പോവുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ മറ്റേ ധൈര്യം സംഭരിച്ച് അവിടെ നിന്ന് പോന്നു. തിരിച്ച് നേരെ പിറ്റേ ദിവസം കാലത്ത് ഈ വണ്ടിയായിട്ട് ഷർഫുവിൻ്റെ മോഷ്ടിച്ച ഈ വണ്ടിയായിട്ട് നേരെ കുന്നംകുളത്ത് വന്നു. അപ്പോൾ അത്രയും കേസുകളിൽ പിടിക്കപ്പെട്ടുള്ള മറ്റേ കൃഷ്ണൻകുട്ടിനെ വീണ്ടും കൊടുന്ന് നമ്മൾ അറസ്റ്റ് കാണിച്ച് കോടതിയിൽ ഹാജരാക്കി. ഇതിൽ കുറേ വണ്ടികൾ പിന്നീട് മഞ്ചേരിയിൽ നിന്നും മണ്ണാർക്കാട്ടിൽ നിന്നായിട്ട് നമ്മൾ റിക്കവർ ചെയ്തു. പല വണ്ടികളും റിക്കവർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സംഘത്തിൽ നിന്ന് പോന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് വേറൊരു അന്വേഷണത്തിന് നിയോഗിച്ച് അങ്ങനെ അവിടെ നിന്ന് പോരുത്. അങ്ങനെ കരീം സാറിൻ്റെ കൂടെ കുറേ കാലം, പിന്നീട് കരീം സാറ് അവിടെ നിന്ന് പോയി DSP ആയി, DSP ആയി, SP ആയി, IPS ഒക്കെ കിട്ടിയിട്ട് ഇപ്പോൾ റിട്ടയർഡ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പോലീസ് ഓഫീസറാണ്. എനിക്ക് എൻ്റെ സർവീസിനിടയ്ക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോലീസ് ഓഫീസറാണ് കരീം സാറ്. എന്തായാലും ആ കേസൊരു എത്ര കേസ് എന്ന് പറയാൻ അത്രയും കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് ഞാൻ റിട്ടയർഡ് ആവുന്നതിൻ്റെയൊക്കെ കുറച്ച് മുമ്പ്, ഒരു 4-5 വർഷം മുമ്പാണ് അതിലൊരു പ്രതി സലാഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രതിനെ അന്ന് മുതൽ അബ്സ്കോണ്ടിങ്ങാണ്. പിന്നെ അവനെ കണ്ടിട്ടില്ല. അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് അയാൾ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ വയനാടിൻ്റെ അടിവാരത്ത് എവിടെയോ താമസിക്കുന്നുള്ള ചെറിയൊരു വിവരങ്ങളൊക്കെ കിട്ടി. ഒരു ദിവസം അവൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാനൊരു ഫോണിൽ വിളിച്ചതിന് ശേഷം അവൻ്റെ ലൊക്കേഷൻ കിട്ടി, അവനാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൻ ലൊക്കേഷൻ കിട്ടിയ ഒരു ദിവസം ഇതുപോലെ കുന്നംകുളത്ത് പാറാമ്പാടത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ സലാഹുദ്ദീനെ പിടികൂടുകയാണ്. അന്ന് അവന് 4 LP കേസുകളുണ്ട്, 4 പെൻഡിങ് ട്രയൽ കേസുകൾ പിടികിട്ടാ പുള്ളിയായിട്ടുണ്ടായിരുന്നു. 4 കേസുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ കേസിലേക്കൊക്കെ വീണ്ടും അറസ്റ്റ് കാണിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പിന്നെ സലാഹുദ്ദീൻ്റെ ഒരു ഭീഷണി ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിലൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കൃഷ്ണൻകുട്ടിക്ക് വാഹനമോഷണത്തിന് പുറമെ പിന്നെ ഗുരുവായൂർ ഒരു കവർച്ച കേസുണ്ട്. HB വീട്ടിൽ കവർച്ച നടത്തിയിട്ട് സ്വർണ്ണം കവർച്ച നടത്തിയ കേസുകളുണ്ട്. ഇപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. കൃഷ്ണൻകുട്ടിയൊക്കെ പുറത്തായിരിക്കാൻ സാധ്യത, എന്തായാലും റിട്ടയർഡ് ആവാനാണ് സാധ്യത. സലാഹുദ്ദീൻ ഞാൻ പറഞ്ഞ മാതിരിക്ക് നേരത്തെ കുറച്ച് അടുത്ത കാലത്ത് ഞാൻ മറ്റു വാറണ്ടുകളിൽ പിടിക്കപ്പെട്ട് ജയിലിലടപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതൊരു വലിയ ഒരു ടീമായിരുന്നു, വലിയൊരു ഫോക്കസായിരുന്നു അവർ അന്ന് ആ കാലഘട്ടത്തിൽ. 2002-2005 കാലഘട്ടത്തിൽ നിരവധി വാഹന മോഷണം നടന്നിട്ട് ജനങ്ങളൊക്കെ ഈ പറഞ്ഞ വണ്ടിക്കാരൊക്കെ ആകെ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു അന്ധഗായകരുടെ വണ്ടിയടക്കം അവർ മോഷണം നടത്തിയിരുന്നു. അന്ധരായിട്ടുള്ള ഗായകരുടെ ജീപ്പ് ഉണ്ടല്ലോ, അതടക്കം മോഷണം നടത്തി. പിന്നെ ചെറിയ വണ്ടികളൊന്നുമല്ല, ടോറസ്, ബസ് ഇതൊക്കെയാണ് റോട്ടിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് പോയിട്ട് ഏത് പുതിയ വണ്ടിയായാലും പൊളിച്ച് പീസാക്കിയിട്ടാണ് വിൽക്കുന്നത്. അല്ലാണ്ട് ഇത് നമ്പർ മാറ്റിയിട്ട് വേറൊരു വിധത്തിൽ വിൽക്കുന്ന പരിപാടിയല്ല അവർക്കുണ്ടായിരുന്നു. പൊളിച്ച് വിൽക്കുന്ന ടീമായിരുന്നു അവർ. എന്തായാലും ആ ഫോക്കസിനെ നമ്മൾ അതിനാലെ അടിച്ചമർത്തി അവസാനിപ്പിച്ചു. പിന്നീട് അവർ പല മേഖലകളിലും കുറ്റകൃത്യങ്ങളിൽ കടന്നതായിട്ടാണ് അറിവ്. പിന്നെ പല മേഖല ഈ ഷറഫുദ്ദീൻ, അതേപോലെ കൃഷ്ണൻകുട്ടി, ഇവരൊക്കെ പല കേസുകളിലും പിന്നീട് പിടിക്കപ്പെട്ടതായിട്ട് മറ്റേ പേപ്പറിൽ ഞാൻ വായിക്കേണ്ടതായിട്ടുണ്ട്. പലരും ഇത്തരം കേസുകളുണ്ടാകുമ്പോൾ തന്നെ അവർ എന്നെ വിളിക്കും. അത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുമ്പ് പിടിച്ചത് ആരാളാണെന്ന് ചോദിക്കുമ്പോൾ അവർ വിവരങ്ങൾ പറയും, ഇന്ന അഷ്റഫാണെന്ന് അല്ലെങ്കിൽ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അപ്പോൾ സ്ക്വാഡിലുള്ള ആളുകൾക്ക് അറിയാലോ, അവർ വിളിക്കും, സാറേ ഞങ്ങൾ ഇന്നെ പൊളിച്ചിട്ടുണ്ട്, ഷർഫുവിനെ പിടിച്ചിട്ടുണ്ട്, അവൻ എന്താ കാര്യത്തിന് മുമ്പ് കേസ്, അവൻ എങ്ങനെയാണ് ഏതാണ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിക്കുന്ന. അങ്ങനെയൊക്കെയുള്ള ചില കേസുകളിലേക്ക് പിടിക്കപ്പെട്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവരെ കുറിച്ചിട്ടൊന്നും പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയും കാണുന്നില്ല.
നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത്തരമൊരു വലിയൊരു ഫോക്കസിന് തന്നെ അന്ന് അടിച്ചമർത്താൻ പറ്റി. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2016 ഞാൻ തൃശ്ശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ അന്നത്തെ SP അദ്ദേഹത്തിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന കാലത്താണ് തൃശ്ശൂർ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു പരാതി ലഭിക്കുന്നത്. അത് കോഴിക്കോട് സ്വദേശിയായ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഒരു 71-കാരൻ്റെ പരാതിയാണ്. അദ്ദേഹത്തിന് ഈ പഴയ സ്വർണ്ണങ്ങൾ പണയത്തിൽ നിന്ന് എടുക്കാൻ സഹായിക്കുന്നതും അത് എടുത്ത സ്വർണ്ണങ്ങൾ വിൽപ്പന വാങ്ങി കച്ചവടം നടത്തുന്ന ജോലിയാണ്. അതൊരു പരസ്യം അയാളിങ്ങനെ എപ്പോഴും പത്രങ്ങളിൽ കൊടുക്കാറുണ്ട്. പഴയ പണയത്തിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ എടുക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും സഹായിക്കും, വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ സാധാരണ നമ്മൾ കണ്ടുവരാറുണ്ടല്ലോ. അത്തരത്തിൽ പരസ്യങ്ങൾ കൊടുത്ത് ആ ആളുകൾ വിളിക്കുമ്പോൾ ചെന്ന് അത് എടുത്തു കൊടുക്കാനും അത് വിൽക്കാനൊക്കെ സഹായിക്കുന്ന ജോലിയാണ് അയാൾക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ പരസ്യത്തിൽ കൊടുത്ത നമ്പറിലേക്ക് വടക്കേക്കാട് ഭാഗത്തുനിന്ന് ഒരു വിളി വരുന്നത്, ഇങ്ങനെ സ്വർണ്ണം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് പ്രകാരം ഇത്ര പവൻ സ്വർണ്ണമാണ് എന്ന് പറയുമ്പോൾ അത് പ്രകാരമുള്ള പൈസയായിട്ട് അയാൾ വരികയാണ്. അയാൾ വടക്കേക്കാട് ഭാഗത്ത് വന്നു, ഈ പറഞ്ഞ നമ്പറിൽ വിളിക്കുന്നു. ആ വന്ന ഒരു മാരുതി കാറിൽ വന്നിട്ട് ഇവരെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. ഇയാളുടെ പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇയാളെ തള്ളി പുറത്തിട്ടിട്ട് അവർ പൈസയുമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരു സംഭവമാണ് വടക്കേക്കാട് റിപ്പോർട്ടായത്. അതിൻ്റെ അന്വേഷണം SP അദ്ദേഹം പറഞ്ഞു, വന്ന അഷ്റഫ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതൊരു വലിയ കവർച്ചയാണ്, അതിൻ്റെ അന്വേഷണം നമുക്കൊന്ന് നോക്കാം, പ്രതികളെ കിട്ടുമോ നോക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. അങ്ങനെ ഞാനും സംഘാംഗങ്ങളെ കൂടിയിട്ട് ഹബീബ്, സുദേവ് എല്ലാവരും മാധവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ, അന്നത്തെ ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചിലുണ്ടായിരുന്ന CI മാധവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അന്വേഷണത്തിന് ഇറങ്ങി. ഈ സംഭവ സ്ഥലത്ത് വന്ന് അന്വേഷിച്ച് ഈ പരാതിക്കാരനെ കണ്ടു, അയാളെ കൂടെ മൊഴിയെടുത്തു, അയാളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, വന്ന ആളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു, അവർ വിളിച്ച നമ്പറുകൾ ശേഖരിച്ചു, ഏതൊക്കെ നമ്പറുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് നോക്കി. അങ്ങനെ അതും ഈ വന്ന കാറിൻ്റെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഈ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ നമ്പറുകളെല്ലാം ഈ സംഭവത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ കൃത്യം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് മനസ്സിലായി. മറ്റു കോളുകളോ മറ്റു ബന്ധങ്ങളോ അതിൽ കാണുന്നില്ല, ഇവരെ മാത്രം വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറുകളായിരുന്നു. പക്ഷേ അത് നമ്പറിട്ട് ഉപയോഗിച്ചിരുന്ന ഫോൺ മുമ്പ് പല ഇവരുടെ അഡ്രസ്സുകളിലുള്ള സിമ്മുകളും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കോൾ ഡീറ്റെയിൽസുകളും IMEI നമ്പർ വെച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അത് മനസ്സിലായി. മറ്റ് പല സിമ്മുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സിമ്മുകളുടെ അഡ്രസ്സൊക്കെ എടുത്തപ്പോൾ ചില കോമൺ നമ്പറുകളൊക്കെ അതിൽ നിന്ന് കിട്ടി. അതും അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്തിനുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള ക്യാമറകളൊക്കെ പരിശോധിച്ചപ്പോൾ കിട്ടിയ കാർ നമ്പർ അത് ഫേക്കായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ, ആ കാറ് പോയ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് നമുക്ക് താമസിച്ചിരുന്ന സ്ഥലങ്ങളും അങ്ങനെ കണ്ടെത്തി. എന്തായാലും നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരം സ്വദേശിയായ ശരത് റാം, വേലൂർ സ്വദേശിയായ ലിജു, പിന്നെ ഇടുക്കി കട്ടപ്പന സ്വദേശി സിജോ, പറവൂർ സ്വദേശി ലിജോ തുടങ്ങിയ ഒരു 3-4 പേരെ നമുക്ക് ആ കാര്യത്തിലുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. അവരെ വിശദമായി ചോദ്യം ചെയ്തു. അവരെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് നമുക്ക് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത്. ഇതൊരു കോക്കസ്, ഇങ്ങനെ ഒരു ഗൂഢസംഘം തന്നെയാണ് ഇവരിങ്ങനെ നടന്ന് പത്രത്തിൽ പരസ്യം കണ്ട് ഇതുപോലുള്ള ആളുകളെ വിളിച്ചു വരുത്തി തട്ടിപ്പ് നടത്തുന്ന ആദ്യ സംഭവമല്ല. നിരവധി ആളുകളെ ഇതുപോലെ വിളിച്ചു വരുത്തി പല സ്ഥലങ്ങളിൽ വെച്ച്, പല സ്റ്റേഷൻ അതിർത്തികളിൽ വെച്ച് ഇതുപോലെ തട്ടിപ്പ് നടത്തി അവരെ കവർച്ച നടത്തിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ സംഭവങ്ങൾക്കെല്ലാം ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും വടക്കേക്കാട് തന്നെ 3 കേസുകൾ വേറെയും ഇവർക്കെതിരെ ആ ഒരു കൺഫെഷൻ്റെ അടിസ്ഥാനത്തിലും ആ കൺഫെഷൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു 3-4 കേസുകൾ, സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെയൊക്കെ പരാതിക്കാരെയും കാര്യങ്ങളൊക്കെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്തിയിട്ടുള്ളതും കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടുള്ളതാണ്. ഇതൊന്നുമല്ലാത്തൊരു സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടുക്കി ജില്ലയിലെ തേക്കടിക്കും കുമളിക്കും ഇടയിലുള്ള ഭാഗത്തുള്ള ഒരു റിസോർട്ടല്ല ഒരു ഹോം സ്റ്റേയിൽ ഇവർ താമസിച്ചിരുന്നെന്നും ആ താമസിച്ച ഹോം സ്റ്റേയിലെ ജീവനക്കാരി, അതിൻ്റെ ഉടമ ആയിട്ടുള്ള സ്ത്രീയെ
മദ്യത്തിൽ മയക്കുമരുന്ന് കൊടുത്തി മയക്കി കിടത്തി മൃഗീയമായി പീഡിപ്പിച്ച് ആ വീടിനകത്ത് ഹോം സ്റ്റേയിനകത്തുണ്ടായിരുന്ന TV അടക്കമുള്ള എല്ലാ മുതലുകളും പാത്രങ്ങളടക്കമുള്ള എല്ലാം കവർച്ച ചെയ്ത് കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ കൺഫെഷൻ പ്രകാരം നമുക്ക് മനസ്സിലായി. അന്നത്തെ ഒരു വനിതാ പോലീസിൻ്റെയൊക്കെ ഒരു സഹായത്തോടുകൂടി ഞങ്ങൾ ഇവരുമായി പോയി നേരെ ഈ സംഭവ സ്ഥലത്ത് ഈ പറഞ്ഞ കൺഫെഷൻ പ്രകാരം അന്വേഷണം നടത്തിയപ്പോൾ ആ കാര്യം സത്യമാണെന്നും ആ സംഭവത്തിനൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ബോധ്യപ്പെട്ടു. അതാണ് വളരെ ഗുരുതരമായൊരു വീഴ്ച എന്ന് പറയും. കാരണം ഇത്രയും ഗുരുതരമായൊരു ഒരു കുറ്റകൃത്യം, ഒരു സംഭവം ആ ഭാഗത്തുണ്ടായിട്ട് അത് അവർ പോയി പരാതി കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പരാതി കൊടുക്കുക, അതിന് കേസെടുക്കാതിരിക്കുക, എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായി എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ഗുരുതരമായൊരു കേസാണത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ വളരെ ഗുരുതരമായി വളരെ ബ്ലീഡിങ് ആയിട്ട് കിടക്കുകയായിരുന്നു എന്നാണ്. എല്ലാവരും മാറി മാറി ബലാത്സംഗം ചെയ്തതിന് ശേഷം ബ്ലീഡിങ് ആയി കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു, അബോധാവസ്ഥയിൽ. എന്നിട്ട് ആ ഹോം സ്റ്റേയിലുള്ള എല്ലാ മുതലുകളും കവർച്ച നടത്തി കൊണ്ടുപോവുകയും ചെയ്തു. ആ സംഭവത്തിനാണ് കേസെടുക്കാതിരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ അന്നത്തെ SP അദ്ദേഹത്തോട്, ജില്ലാ പോലീസ് മേധാവി ഒരു വനിതയായിരുന്നു, അവരോട് ഈ കാര്യങ്ങൾ അവർക്ക് അറിയാലോ, ഇവർ ഈ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കേണ്ടായി. അവർ നേരെ സന്ധ്യ മേഡത്തിനെ ധരിപ്പിച്ചു ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ഗുരുതരമായ വീഴ്ച ധരിപ്പിക്കേണ്ടായി. പിന്നീടാണ് ആ സംഭവത്തിന് കുമ്മളി പോലീസ് സ്റ്റേഷനിലായിട്ടാണ് തോന്നുന്നു അതിന് കേസെടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് GD ചാർജിലുണ്ടായിരുന്ന, അന്ന് ഈ പരാതി കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരൊക്കെ പിന്നീട് സസ്പെൻഷനായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. ഇത്രയും ഗുരുതരമായൊരു പരാതികൾ കിട്ടിയിട്ടും അതിന് നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ കൺഫെഷൻ പ്രകാരം ഞങ്ങളവിടെ പോയി അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സ്ത്രീയിൽ നിന്നും വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. അവർ പൊട്ടിക്കരയായിരുന്നു അവർ. പിന്നീട് പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, പല കാര്യങ്ങൾക്കും അവർ വിളിക്കാറുണ്ട്. ഇപ്പോൾ അവർ മരണപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു എന്താ പറയുക, അത്രയും ദയനീയമായിട്ടാണ് ആ സ്ത്രീ ഞങ്ങളോടൊക്കെ മൊഴി പറഞ്ഞത്. ഇവർ ഹോം സ്റ്റേയിൽ വന്ന് റൂം എടുത്തു, കമ്പനി മീൻസ് അത്രയല്ല, ഹോം സ്റ്റേയിൽ റൂം എടുത്തതിൻ്റെ പേരിൽ ഭക്ഷണം കഴിച്ചു, മദ്യം വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞാണ്. ആ മദ്യത്തിലാണ് മയക്കുമരുന്ന് കൊടുത്തിട്ട് കടത്തി. എത്ര മൃഗീയമായിട്ടാണല്ലോ പീഡിപ്പിക്കപ്പെട്ടത്. ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായെന്നറിയില്ല. നമ്മൾ ആ കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കോക്കസ് തന്നെയാണ് ഇവർ. അത് കൂടാതെ നമ്മൾ പിന്നെ ഇവരുമായി ബന്ധപ്പെട്ട വേറൊരു 3 പേരെ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ്റെ നടത്തിയുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടിട്ട് ഗുരുവായൂരിൽ പരിസര പ്രദേശത്തു നിന്നും പിടിക്കാറുണ്ട്. അതിലൊരു സ്ത്രീ അടക്കമുണ്ട്, നിയമജ്ഞയായ ഒരു സ്ത്രീ അടക്കം അതിലുണ്ട്, ഒരു നിയമബിരുദം നേടിയിട്ടുള്ളൊരു സ്ത്രീ അടക്കമുണ്ട്. ഇതൊരു ഫോക്കസ്. ഇതുപോലെ പരസ്യങ്ങൾ നോക്കിയിട്ട്, അതുപോലെ കല്യാണം സ്ത്രീകളെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കല്യാണ പരസ്യങ്ങളുണ്ടാവുമല്ലോ, അതിലെ നമ്പറുകൾ നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു വരുത്തി പറ്റിക്കുന്ന വലിയൊരു ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല അന്വേഷണങ്ങളിലും. കഴുത്തിങ്ങനെ പുറന്ന് പോയിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അത് കമന്ന് കിടക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് അതിൻ്റെ ഡെപ്ത്തൊക്കെ ഏകദേശം ഒന്ന് അറിയണമല്ലോ. ഇപ്പോൾ CSR അടുത്തുണ്ട്, മറ്റേ ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ശരിക്ക് തഹസിൽദാറാണ്. തഹസിൽദാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഈ കൈയൊന്ന് ഊണ്ടിലേക്ക് ഒന്ന് ഇറക്കി കൊടുത്തു, ഇങ്ങനെ ഊണ്ടിലേക്ക് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അതിൻ്റെ ഡെപ്ത് കഴുത്തിലാണ് ഇറക്കി കൊടുത്ത. ഇത് കണ്ടതും പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ തഹസിൽദാർ അവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്, വീണ് കിടക്കുന്നു.